നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോരോ മേഖലകളായി ഇസ്രായേൽ അടിച്ചൊതുക്കുകയാണ്. അവിടെയെല്ലാം തന്നെ ഹമാസിന്റെ കേന്ദ്രങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഒന്നാകെ തരിശുഭൂമിയാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അവിടെ വേട്ട തുടരുന്നത്. ഒരു ഹമാസിനെയും ഈ ഭൂമിയിൽ അവസാനിപ്പിക്കില്ല എന്നുള്ളത് ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ മേഖലകളായി ഇടിച്ച് നിരപ്പാക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ. ഇപ്പോൾ ഗാൻയൂനീസിനെ അടക്കം തരിശുഭൂമിയാക്കിയിരിക്കുകയാണ്. എന്നിട്ടാണ് അവിടെ നിന്ന് സൈനികർ പിന്മാറിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്നത്. വ്യോമാക്രമണവും അതുപോലെ തന്നെ കര ആക്രമണം എല്ലാം തന്നെ ഒരേ സമയം അവിടെ നടക്കുന്നുണ്ട്. ഇതിനോടകം വെസ്റ്റ് ബാങ്കിൽ നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതുകൂടാതെ വലിയ രീതിയിലുള്ള ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ജനീൻ നഗരത്തെ പൂർണ്ണമായും ഇസ്രായേൽ സേന ഉപരോധിച്ചിരിക്കുകയാണ്. ഇവിടേക്കുള്ള ഭക്ഷണവും വൈദ്യുതിയും ഇന്റർനെറ്റും അടക്കം എല്ലാം ഇസ്രായേൽ സേന റദ്ദാക്കിയിട്ടുണ്ട്. ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ അടക്കം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെസ്റ്റ് ബാങ്കിലെ മറ്റു പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാണ്. ഗാസയിലെ ജബാലിയയിലും ഗാൻയൂനീസിലും ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അഭയാർത്ഥികളുടെ മറവിൽ സഹായങ്ങളെല്ലാം എത്തുന്നത് ഹമാസിന്റെ താവളങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അതെല്ലാം പൂട്ടിച്ച് എല്ലാ പഴുതുകളും അടയ്ക്കുകയാണ്. പ്രധാന വഴികളെല്ലാം ഇതിനോടകം അടച്ചു കഴിഞ്ഞു. പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ ഹമാസുകൾ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചാടും. വലിയ ആൾനാശവും ദുരന്തവും വിതച്ച് ഗാൻയൂനീസിനെ തരിശുഭൂമി പോലെയാക്കിയാണ് ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റം ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കുമോ വെസ്റ്റ് ബാങ്കിന്റെയും സ്ഥിതി എന്നാണ് ലോകം മുഴുവൻ ഭയക്കുന്നത്. സൈന്യത്തെ പിൻവലിച്ചെങ്കിലും വ്യോമാക്രമണങ്ങളിൽ ഒരു കുറവും ഇസ്രായേൽ ഈ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടില്ല. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും പലായന മാർഗങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സമാന നീക്കമാണ് ഇസ്രായേൽ ഇവിടെയും നടത്തുന്നത്. സൈന്യം പിൻവാങ്ങിയെന്ന് ആശ്വസിച്ച് തിരിച്ചെത്തുന്ന പലസ്തീനുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ദാറൽ ബലാഹിലും കാനൂനിലുള്ള സൈനിക നീക്കം അവസാനിപ്പിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ 98-ാം ഡിവിഷൻ അറിയിച്ചു. ഇതിനിടെ ഗാസയിലുടനീളവും അധിനിവേശിത വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ഇന്നലെയും ഇസ്രായേൽ സൈന്യവും രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഗാസയിലെ എമിറാത്തി ആശുപത്രിയിലേക്ക് മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും ഇന്ധനവും കൊണ്ടുപോകുന്ന വാഹന വ്യൂഹത്തിന് നേരെയും മിസൈൽ ആക്രമണം നടന്നതായി മനുഷ്യാവകാശ സംഘടനയായ അമേരിക്കൻ നിയർ ഈസ്റ്റ് റെഫ്യൂജി എയ്ഡ്സ് പറഞ്ഞു. മധ്യ ഗാസയിലെ മാഗസി അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെട്ട വീടിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ ബോംബാക്രമണത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജബലിയയിൽ ഷെല്ലാക്രമണത്തിൽ 4 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച നിസ്കാരത്തിനായി അലക്സ പള്ളിയിൽ എത്തിയവരെ ഇസ്രായേൽ സൈന്യവും ജൂതരും ചേർന്ന് തടഞ്ഞെന്നും റിപ്പോർട്ടുകളുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബാക്രമണത്തിൽ കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച ജനിൻ എന്ന ഫ്ലാഷ് പോയിന്റിൽ ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസിന്റെ പ്രാദേശിക കമാൻഡറെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുന്നത്. ബോർഡർ പോലീസ് സേന വസീം ഹസീമിനെ വധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അയാൾ ജനീലിലെ ഹമാസിന്റെ തലവനാണെന്നും പലസ്തീൻ പ്രദേശത്തെ വെടിവയ്പിലും ബോംബാക്രമണങ്ങളിലും പങ്കാളിയാണെന്നും സൈന്യം അവകാശപ്പെടുന്നു.